തിരുവനന്തപുരത്തെ MDMA-യുമായി പിടിയിലായ യുവാവ് എക്സൈസ് സംഘത്തെ ആക്രമിച്ചു. ആനിയറ സ്വദേശി ആകാശ് കൃഷ്ണനാണ് ആക്രമിച്ചത്. പ്രതിയിൽ നിന്നും 12.5 ഗ്രാം MDMA-യും കഞ്ചാവ് പിടികൂടി. പോലീസിനെ ബോംബെറിഞ്ഞ കേസിലെ പ്രതിയാണ് ആകാശ് കൃഷ്ണൻ. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ദേവൻ MP ചേരുന്നു. ദേവൻ, മുൻപും ഉദ്യോഗസ്ഥരെ ആക്രമിച്ച ഹിസ്റ്ററിയുള്ള ഒരാളാണ് ഇപ്പോൾ വീണ്ടും ആക്രമണം നടത്തിയിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും സോന, പ്രത്യേക കൃത്യമായ ഇത്തരത്തിൽ മുൻപും പല സമാനമായിട്ടുള്ള പല കേസുകളിലും അല്ലെങ്കിൽ ഗുണ്ടാ ലിസ്റ്റിലുള്ള ഒരാളാണെന്ന് തന്നെയാണ് ഇപ്പോൾ എക്സൈസ് സംഘം പറയുന്നത്. പ്രത്യേകിച്ചും പോലീസിനെ ബോംബെറിഞ്ഞ കേസിലടക്കം പ്രതിയായിട്ടുള്ള ആളാണ് ആകാശ് കൃഷ്ണ, ആനേർ സ്വദേശിയായിട്ടുള്ള ആകാശ് കൃഷ്ണ എന്ന് പറയുന്നത്. ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് തിരുവനന്തപുരം എക്സൈസ് സ്പെഷ്യൽ കോഡ് ഈ പരിശോധനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആകാശ് കൃഷ്ണയെയും കസ്റ്റഡിയിലെടുക്കുന്നത്. ആനേറ ഭാഗത്തു നിന്നായിരുന്നു ഈ ലഹരി പരിശോധനയെ ബന്ധപ്പെട്ടുകൊണ്ട് ആകാശ് കൃഷ്ണയെയും കസ്റ്റഡിയിലെടുക്കുന്നത്. ഈ സമയത്ത് ആകാശിനൊപ്പം മറ്റു ചില പ്രതികൾ കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ഇവർ ഈ ലഹരി കച്ചവടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സ്ഥലത്ത് നിൽക്കുമ്പോഴായിരുന്നു പരിശോധനയെ ബന്ധപ്പെട്ടുകൊണ്ട് എക്സൈസ് സംഘം അവിടെ എത്തുന്നതും ഇവരെ കസ്റ്റഡിയിലെടുക്കുന്നതും. ആ സമയത്ത് എക്സൈസ് സംഘത്തിൽ നിന്നും രക്ഷപ്പെടാനായിട്ടാണ് ഈ ആകാശ് കൃഷ്ണയും സംഘവും ഈ പരിശോധനയ്ക്ക് എത്തിയ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയത്. ഇവരുടെ പ്രതിയുടെ ആക്രമണത്തിൽ 2 പോലീസുകാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവർ രണ്ടുപേരും ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയുമാണ്. അതിസാഹസ്യമായിട്ടാണ് ഈ എക്സൈസ് സംഘം ഈ പ്രതിയെ അവിടെ നിന്നും പിടികൂടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നിലവിലായാലും പ്രതി ഇപ്പോൾ സ്റ്റേഷനിൽ എത്തിച്ച് മറ്റ് നടപടിക്രമങ്ങൾ ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. മുമ്പും ഈ പ്രതി ഇത്തരത്തിൽ സമാനമായ രീതിയിൽ പോലീസിനെ ആക്രമിക്കാനും ഒപ്പം തന്നെ പോലീസിനെ ആക്രമിച്ചുകൊണ്ട് സംഭവ സ്ഥലത്ത് നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളെല്ലാം തന്നെ നടത്തിയിട്ടുണ്ട്. സ്ഥിരമായി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ഒരു പ്രതി കൂടിയാണ് ആകാശ് കൃഷ്ണ എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ പരിശോധനയ്ക്കിടയിൽ പിടികൂടുന്നതിനിടയിൽ പ്രതിയിൽ നിന്നും 12.5 ഗ്രാം MDMA-യും ഒപ്പം തന്നെ 10 ഗ്രാം കഞ്ചാവും പ്രതിയിൽ നിന്നും പിടികൂടിയിട്ടുണ്ട്. സോന, ദേവൻ MP ആണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.